കഴിഞ്ഞപ്പോ കട്ടായി. പിന്നെ മെഡിറ്റേഷൻ കട്ടായി പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേ എന്താ ഇവിടുത്തെ വിഷയം വളരെ ഉഷാറായി. ഓക്കെ, ചില ആൾക്കാർക്ക് കട്ടായി പോയി എന്ന് പറയുന്നു, ചിലർക്ക് ഉഷാറായി. ഹലോ, എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് അല്ലേ കിട്ടിയത്? ഹലോ, ഓക്കെ ആണോ? ഓക്കെ, ശരത്ത് എന്നെ ഓക്കെ സ്പോട്ട് ലൈറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളുടെ ടൈം മാനേജ്മെന്റിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ നമ്മുടെ മടി എങ്ങനെ നമുക്ക് മാറ്റി നമ്മളുടെ നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റി വെക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും. സോ ഹോപ്പ് എവ്രിബഡി ഈസ് റെഡി. നിങ്ങളെല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. മടിയുടെ പ്രശ്നങ്ങളുള്ളവർ എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും? മീ എന്ന് കമന്റ് ചെയ്യാം. നീട്ടിവെക്കുന്ന പ്രശ്നമുള്ളവർ എത്ര പേരുണ്ട്? ജസ്റ്റ് കമന്റ് ആവും മീ എന്നുള്ളത്. ഓക്കെ, നീട്ടിവെക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ മടിയുടെ പ്രശ്നം, അതല്ലെങ്കിൽ അതേപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ ഓരോ ദിവസവും എണീക്കുമ്പോൾ പല കൺഫ്യൂഷൻ വരുന്ന പ്രശ്നം, ഇങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂസ് ഉള്ളവരുണ്ടാവാം. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ. അതേ ഉള്ളൂ. ജസീറ ബേബി പറയുന്നു അതേ ഉള്ളൂ, സിയ പറയുന്നു അതേ ഉള്ളൂ, റുമൈസ പറയുന്നു അതേ ഉള്ളൂ. ഓക്കെ, മീ സംടൈം ജാസ്മിൻ, ബിന്ദു അനിൽ പറയുന്നു യെസ് മീ. ഓക്കെ, ദീസ് ഓൾ ഐ ഹാവ്. ഓക്കെ, അഭിലാഷ് പറയുന്നു. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇത്തരത്തിലുള്ള സംഗതികൾ, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ കോച്ചിങ്ങോ ഗൈഡൻസോ കാര്യങ്ങളോ ഒക്കെ ലഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതായത് അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് വെച്ചാൽ 100% എന്ത് ചെയ്യുക, സമർപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ ജെനുവിനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ദീസ് എക്സസൈസ് നമ്മൾ പറയുന്ന കമന്റ് ചെയ്യാൻ പറയുന്നു, കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു ഒക്കെ എന്താ വെച്ചാൽ നിങ്ങളുടെ മടി മാറ്റാനുള്ള ഒരു ഇനീസിയേഷൻ എടുക്കാനുള്ള, കുറച്ച് ആക്റ്റീവ് ആകാനുള്ള, ഒന്ന് മൂവ് ചെയ്യാനുള്ള, ഒരു എഫേർട്ട് ഇടാനുള്ള ഒരു 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 പുഷാണ് നമ്മൾ നൽകുന്നത്. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് പോലും നമ്മൾ മടിച്ചു നിന്ന് കഴിഞ്ഞാൽ, മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള വാചകമുണ്ട്, ദ വേ യു ഡു വൺ തിങ് ഈസ് ദ വേ യു ഡു എവറിത്തിങ്. നിങ്ങൾ ഒരു കാര്യം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു മടി കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു പാറ്റേൺ ആയിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് ചെയ്യും? അറിയാതെ നിങ്ങൾ നിങ്ങളെ കുറിച്ചുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ്. എനിക്ക് അത് ടൈപ്പ് ചെയ്യാൻ മടിയാണ്, എനിക്ക് അത് കമന്റ് ചെയ്യാൻ മടിയാണ്, എനിക്ക് ഇനി അതിന് വയ്യ, അതൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്തോളും. സോ ഡോണ്ട് ഡു ദാറ്റ്. ലൈക്ക് ജസ്റ്റ് ബി ആക്റ്റീവ് വെനെവർ നിങ്ങളുടെ മുൻപിൽ ഒരു ടാസ്ക് വരുമ്പോൾ ജസ്റ്റ് ഡു ഇറ്റ്. ഡോണ്ട് തിങ്ക് ടു മച്ച് അബൌട്ട് ഇറ്റ്, ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, സോ ജസ്റ്റ് ഡു ഇറ്റ്. ഒന്ന് കമന്റ് ചെയ്ത് ലെറ്റ്സ് ഡു ഇറ്റ്. ഒന്ന് കമന്റ് ചെയ്ത് ലെറ്റ്സ് ഡു ഇറ്റ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് ജസ്റ്റ് ലെറ്റ്സ് ഡു ഇറ്റ്. ഡു ഇറ്റ്, ഡു ഇറ്റ് എന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ഡു ഇറ്റ്, ജസ്റ്റ് കമന്റ് ഡു ഇറ്റ്. ഇപ്പൊ ജാസ്മിൻ കമന്റ് ചെയ്തിട്ട് എത്ര പേരെ ഇരുന്ന് നോക്കാം? ഓക്കെ, ഞാൻ ഇത് പറഞ്ഞ് കേട്ടിട്ടും എത്ര പേര് ഇരുന്ന് നോക്കാം? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, 1 2 3 4. ഓക്കെ ഓക്കെ, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ് ഓർ ഡു ഇറ്റ്, whatever it is, just come and do it. Okay. Okay, do it. Very good. All right. ആദ്യം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ മടി വരുന്നത്, അല്ലെങ്കിൽ മടി എന്ന് പറയുന്ന സംഗതിയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? നമുക്കൊക്കെ യഥാർത്ഥത്തിൽ മടിയാണോ പ്രശ്നം? നമ്മുടെ യഥാർത്ഥ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പേടിയാണ്. മടിയല്ല നമ്മുടെ പ്രോബ്ലം, നമുക്ക് പേടിയാണ്. പേടി എന്താണ്? നമ്മുടെ പേടി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സുഖമുള്ള അവസ്ഥയുണ്ട്. അതേതാ അവസ്ഥ? സുഖമുള്ളൊരവസ്ഥയുണ്ട്. അതേതവസ്ഥ എന്നറിയോ? വെറുതെ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ കിട്ടുന്ന ഒരവസ്ഥ, കംഫർട്ട് സോൺ അല്ലെ? കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ സുഖമുള്ളൊരവസ്ഥ. ആ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, മനസ്സമാധാനമുള്ള, സന്തോഷമുള്ള, സുഖമുള്ള ഒരവസ്ഥ, വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരവസ്ഥ. യെസ് ഓർ നോ? ഇങ്ങനൊരു സംഗതി നമ്മുടെ ഉള്ളിലുണ്ട്. യെസ്, നമുക്ക് അങ്ങനെ ഇരിക്കണം, വെറുതെ ഇരിക്കണം. ശരത്ത് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് എന്നെ മാത്രം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. എനിക്കുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്.
ഓക്കെ, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും ഈ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. യെസ് ഓർ നോ, ജസ്റ്റ് കമന്റ് ആവും. നമ്മളുടെ ഉള്ളിൽ എന്തോ വെച്ചാൽ നമുക്ക് എന്തോ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ, ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നാണ് ഒരു സുഖമുള്ള അവസ്ഥയ്ക്ക് എന്താ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? വെറുതെ ഇരിക്കുമ്പോഴാണോ? ഒന്ന് കമന്റ് ചെയ്തേ. സുഖമുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മനസ്സിൽ? മടി പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തിലേക്ക് പോകുന്നു? ചിലർക്ക് അത് ഉറക്കമാണ്, കുറേ ഉറങ്ങണം, വെറുതെ ഇരിക്കുക. ചിലർക്ക് ട്രിപ്പ് പോകുന്നതാണ്. നിങ്ങളുടെ കംഫർട്ട് സോൺ എവിടെയാ? ചിലർക്ക് ഉറക്കമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാല് സിനിമ കാണലാണ്. ചിലർ യൂട്യൂബ് വീഡിയോസിൽ ഇങ്ങനെ അഡിക്റ്റഡ് ആണ്. മൊബൈൽ സോഷ്യൽ മീഡിയ സ്വൈപ്പ്, അതിലിങ്ങനെ വെറുതെ ഇങ്ങനെ തോണ്ടിയിരിക്കുമ്പോൾ നല്ല രസം, ഒരു സുഖം. ഓക്കെ, മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക. അതുപോലെ ചിലർക്ക് എന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സിലെ കുറെ വെബ് സീരീസ് കാണുക. ചിലരെ സംബന്ധിച്ചോളം നെറ്റ്ഫ്ലിക്സിൽ സിനിമ കാണുക. അപ്പോ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക, ജസ്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, റീൽസ് കണ്ടുകൊണ്ടിരിക്കുക, യൂട്യൂബിൽ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുക, വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുക. എവിടെയും കിട്ടുന്നില്ല ഒരു സമാധാനം, ഒരു സുഖം, ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നു ചിലർ. അപ്പോൾ നമ്മളുടെ മൈൻഡിൽ നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സുഖമുള്ള ചില സംഗതികളുണ്ട്, രസമുള്ള ചില സംഗതികളുണ്ട്, ഭയങ്കര വൈബുള്ള ചില സംഗതികളുണ്ട്, എക്സൈറ്റ്മെന്റ് കിട്ടുന്ന ചില സംഗതികളുണ്ട്, ഡോപ്പമിൻ റിലീസ് കിട്ടുന്ന ചില സംഗതികളുണ്ട്. അത് മൈൻഡ് റെക്കഗ്നൈസ് ചെയ്യും. മൈൻഡിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മൈൻഡിൽ നമുക്ക് ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, ഡോപ്പമീൻ, അതേപോലെ തന്നെ ഡോപ്പമീൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, ഇത്തരത്തിലുള്ള ഹോർമോണുകളുണ്ട്. എൻഡോർഫിൻ, ഇത്തരത്തിലുള്ള ഹോർമോണുകൾ ഹാപ്പിനെസ് ഹോർമോൺസാണ്. അതിൽ ഈ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോണ് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തതിലൂടെ, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ വല്ലാണ്ട് കടന്നു പോകുമ്പോൾ റിലീസ് ആവുന്ന ഒരു സംഗതിയാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. അതൊരു ഹാപ്പിനെസ് കിട്ടുന്നതാണ്, പക്ഷെ പെയിനിലൂടെ കടന്നു പോയിട്ട് വേണം അത് ലഭിക്കാൻ. എന്നാൽ ഓക്സിറ്റോസിൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഡോപ്പമിൻ പ്രത്യേകിച്ച്, നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അഡിക്റ്റ് ആവുന്നത് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ ബേസ് ചെയ്തിട്ടാണ്. ഹഗ് ചെയ്യുമ്പോഴോ പുഞ്ചിരിക്കുമ്പോഴൊക്കെ ലഭിക്കുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതികളാണ്. പക്ഷേ ഈ സെറട്ടോണിൻ അതേപോലെ ലഭിക്കുന്ന ഒരു സാധനം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ബ്രെയിന് അത് റെക്കഗ്നൈസ് ചെയ്യും. നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? റെക്കഗ്നൈസ് ചെയ്യും. ഇത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പിയാണ്, റിലാക്സ്ഡ് ആണ്, സന്തോഷമാണ്, നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീലിംഗ് ആണ്. അപ്പൊ ഇത് എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഏത് കാര്യങ്ങൾ ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് നമുക്കിത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് കണ്ടിന്യൂസ്ലി 1-2 പ്രാവശ്യം ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിക്ക് ഒരു തോന്നലുണ്ടാകും, ഇത് കൂടുതൽ കിട്ടണം എന്നുള്ളത്. അല്ലെങ്കിൽ ബ്രെയിൻ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. ഇതൊരു പാറ്റേൺ ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സുഖമില്ലാത്ത ഒരവസ്ഥ, സ്ട്രെസ് ഉണ്ടാകുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും ഇഷ്ടമല്ല, നമ്മുടെ ബോഡിക്ക് ഇഷ്ടമല്ല. നമുക്ക് എപ്പോഴും എന്ന് വെച്ചാൽ സുഖമുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കണം, എപ്പോഴും സുഖമുള്ള ഒരു അവസ്ഥയിൽ നിൽക്കണം, സുഖമുള്ള ഒരു അവസ്ഥയിൽ നിൽക്കണം, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കണം എന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മളുടെ ഉള്ളിൽ അൺകോൺഷ്യസ് ലെവലിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസം അങ്ങനെയാണ് വർക്ക് ചെയ്യുക. ബോഡി എപ്പോൾ സ്ട്രെസ്സിലേക്ക് പോയാൽ അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? ടെൻഷനുള്ള, വിഷമമുള്ള, പ്രയാസമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്, സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ബോഡിയെ പെട്ടെന്ന് ഒരു കമാൻഡ് ബ്രെയിന് കൊടുക്കും, എന്ന് വെച്ചാൽ യു ഷുഡ് ഫീൽ ബെറ്റർ, യു ഡിസേർവ് ടു ഫീൽ ബെറ്റർ. ഒരു ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യണം, ഗുഡ് ഫീലിംഗ് ഉണ്ടാവണം. അപ്പൊ ഇപ്പൊ ഈ കാര്യം ചെയ്യണ്ട, ടെൻഷനാണത്, അതിലേക്ക് പോകണ്ട, നേരെ റിലാക്സേഷനിലേക്ക് പോകാം, ആസ്വാദനത്തിലേക്ക് പോകാം എന്നൊരു കമാൻഡ് കൊടുക്കുകയും ഓട്ടോമാറ്റിക് ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നടക്കും. നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? അതിലേക്ക് തിരിയുന്നു, നേരെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ സുഖം ലഭിക്കുന്ന ഒരു ആഗ്രഹത്തിലേക്ക് തിരിയും. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രാക്ഷൻ.
ശ്രദ്ധ മാറൽ. നേരെ ശ്രദ്ധ മാറുന്നു ഇതിലേക്ക്. നമുക്കൊരു വിഷമം, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നു. ആ വരുന്ന സമയത്ത് ബോഡി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? ഒരു പ്രതിരോധം, ഒരു മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഡേഞ്ചർ ആണ്. അത് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്യുന്നതാണ്. അത് ഡേഞ്ചർ ആണ്, അത് ഇഷ്ടമില്ലാത്തതാണ്. ഇഷ്ടമില്ലാത്തതിലേക്ക് നമ്മൾ എന്തിനു പോകണം? നമ്മൾ പോവില്ല. നമുക്ക് പോകാനുള്ള ഇതില്ല. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇഷ്ടമുള്ള, സുഖമുള്ള, രസമുള്ള കാര്യത്തിലേക്ക് പോകുന്നു. സോ ആ ഇഷ്ടമില്ലാത്തതിനെ പേടിക്കുന്നു, ഭയപ്പെടും. നമ്മുടെ പ്രോബ്ലം ഭയം. നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ഓരോ സെല്ലിലും എന്താണെന്ന് വെച്ചാൽ ആ ഭയം ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു ഡേഞ്ചർ. അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് നമ്മൾ നേരെ എവിടേക്ക് പോകുന്നു? സുഖമുള്ള, രസമുള്ള എന്തെങ്കിലും എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സംഗതികളിലേക്ക് പോകുന്നു. ഡിസ്ട്രാക്ട് ചെയ്യുന്നു, ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. എന്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്? ഒരു ട്രോമ റെസ്പോൺസ് ആണ്. ചെറുപ്പത്തിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളും സംഗതികളും വന്നതിൽ നിന്നൊക്കെ നമുക്ക് ഒളിച്ചോടാനുള്ളൊരു ത്വരയുണ്ടായിരുന്നു. ആ ഒളിച്ചോട്ടമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇഷ്ടമില്ല, ഇനിയിപ്പോൾ അത് ചെയ്യണോ? അത് പിന്നെ ചെയ്യാം. ഇപ്പൊ കുറച്ചു നേരം എന്ത് ചെയ്യുന്ന റിലാക്സ് ചെയ്യട്ടെ, കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരിക്കട്ടെ, കുറച്ചു നേരം ഒന്ന് ഫോണിൽ കണ്ടുകൊണ്ടിരിക്കട്ടെ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ ആണോ? കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എന്താണ്? കുറച്ച് കഴിഞ്ഞ് എന്തായാലും ചെയ്യണം. കുറച്ചുകൂടെ ഉറങ്ങട്ടെ, കുറച്ചുകൂടെ, എന്നിട്ട് ലാസ്റ്റിൽ നിർബന്ധിത അവസ്ഥയിൽ വന്നിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അധികം ആൾക്കാർ. നിർബന്ധിതാവസ്ഥ, പ്രൊക്രാസ്റ്റിനേഷൻ. അപ്പൊ നമ്മൾ ഈ നീട്ടി വെക്കുന്ന ഈ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള രീതിയിലാണ് സംഭവിക്കുന്നത്. നമ്മൾക്ക് ഭയമാണ് അതിനോട് നോ പറയാൻ. ഏതിനോട്? ഈ സുഖമുള്ള ഒരു അവസ്ഥയോട് നോ പറയാൻ ഭയമാണ്. നോ പറയണം. അപ്പൊ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? വിൽ പവർ എന്ന് പറയുന്നത്, സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അതിനോട് നോ പറയാനുള്ള തൻചേടം കാണിക്കണം, അതിനുള്ള നെട്ടല് കാണിക്കണം, അതിനുള്ള ഗട്ട്സ് കാണിക്കണം. അത് നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക? നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തോട് നമ്മൾ നോ പറയുകയും എന്നിട്ട് എന്ത് ചെയ്യണം? ഇഷ്ടമില്ലാത്ത കാര്യത്തോട് യെസ് പറയുകയും ചെയ്യണം. അതായത് ഹാർഡായിട്ടുള്ള കാര്യങ്ങളെ പ്രണയിച്ചു തുടങ്ങണം. എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺസിന്റെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊരു ഹാപ്പിനെസ് കിട്ടും. നമ്മൾ ടാസ്കുകൾ പൂർത്തിയാക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടും. അത് ആവർത്തിച്ച് നമ്മളെ ഫോഴ്സ് ചെയ്ത് നമ്മളെ പുഷ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. വി ഹാവ് ടു ഡു ഇറ്റ്. നോബഡി ക്യാൻ ഡു ഇറ്റ്. അത് നമ്മൾ കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ആയിട്ട് 21 days നിങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നോ ഡൗട്ട് എന്ത് സംഭവിക്കും? ആ ഒരു റിസൾട്ടിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ എത്തിച്ചേരും. ക്ലിയർ ആണോ പറഞ്ഞത്? ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരും. വി ക്യാൻ ബ്രിങ് ബാക്ക് അവർ സെൽസ്. നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതെന്താണ്? ബ്രെയിന് പുതിയൊരു മെസ്സേജ് കൊടുക്കുകയാണ്. നമ്മളെന്ത്? എനിക്ക് ഇതാണ് ചെയ്യേണ്ടത്, എനിക്കിതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് നമ്മൾ മനഃപൂർവ്വം പറഞ്ഞ് നമ്മളെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം അവർ ഹാബിറ്റ്. ഇപ്പൊ എന്തായി മാറിയിട്ടുണ്ട്? ഒളിച്ചോടുന്നത്. കാരണം 10-30 വർഷത്തോളമായിട്ട്, 20 വർഷത്തോളമായി, 25 വർഷത്തോളമായിട്ട്, 40 വർഷത്തോളമായിട്ട് നമ്മൾക്ക് ഒളിച്ചോടി അത്രയും വലിയൊരു ബിലീഫ് സിസ്റ്റമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ആ ബിലീഫ് സിസ്റ്റത്തെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് പണിയെടുത്തിട്ട് ചെയ്താൽ മതി, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഏൺ ചെയ്താൽ മതി. ഐ ലവ് ഹാർഡ് വർക്ക്. ഒന്ന് കമന്റ് ചെയ്തേ. ഐ ലവ് ഹാർഡ് വർക്ക്. ഐ ലവ് പെയിൻ. I love pain. I love the struggle. I love the hard work. I love the process. I know it's boring, but I love the process. I love the hard work. ഒന്ന് കമന്റ് ചെയ്തേ. I love the hard work. എനിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം I love that. മനസ്സിലാവുന്നു? I love hard work. I love my responsibilities. I love my duties. എനിക്ക് എന്റെ ഡ്യൂട്ടീസ് എനിക്ക് ഇഷ്ടമാണ്. I love my duties. I love hard work. I love my duties. I love my responsibilities. Because
These responsibilities makes me a great person. എന്നെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റുന്നത്, എന്നെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിയാക്കി മാറ്റുന്നത്, എന്നെ ഒരു ബെറ്റർ വ്യക്തിയാക്കി മാറ്റുന്നത്, എന്നെ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള വ്യക്തിയാക്കി മാറ്റുന്നത്, എന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ലീഡറാക്കി മാറ്റുന്നത് എന്റെ പ്രശ്നങ്ങളെ ഞാൻ നേരിടുമ്പോഴാണ്. I love to face my challenges. I love to face my challenges. I want to face my challenges. I like to face my challenges. I love my responsibilities. എന്റെ ഉത്തരവാദിത്തങ്ങൾ, എന്റെ കടമകൾ എനിക്ക് ഇഷ്ടമാണ്. പറഞ്ഞേ പറ്റൂ. ഈ വാക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരു അഫർമേഷൻ ആയിട്ട് എഴുതിയെടുത്തോ. ഈ അഫർമേഷൻ എഴുതിയെടുത്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് 21 days നിങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 14 ദിവസം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വേർഡ്സ് എഴുതിയെടുത്തിട്ട് പറയുക. ഇത് പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻ ആണ്. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വർക്ക് കൾച്ചർ, എന്റെ ഉത്തരവാദിത്തങ്ങൾ, അല്ലാതെ വല്ലാണ്ട് വർക്കാഹോളിക് ആവുമല്ല. എന്റെ ഉത്തരവാദിത്തങ്ങൾ, എന്റെ 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 ടാസ്കുകൾ എനിക്ക് വൃത്തിക്ക് ചെയ്യാനുള്ള ആ ഒരു മനസ്സിനെ, ആ ഒരു വ്യക്തിത്വത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്ന എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറയാം. ഇത് എഴുതണം. എന്നിട്ട് ഈ ബിലീഫ് കയറണം. ഇപ്പൊ നമ്മുടെ മൈൻഡിൽ എന്താണത്? വെറുതെ ഇരിക്കുന്ന എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, റിലാക്സ് ചെയ്യുന്ന എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഇപ്പൊ ഉള്ളത്, അല്ലേ? ശരിയല്ലേ? യെസ് ഓർ നോ? ഇപ്പൊ ഉള്ളത് അങ്ങനെയാണ്. വെറുതെ ഇരിക്കുന്ന എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, കിടന്നുറങ്ങുന്ന എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, സോഷ്യൽ മീഡിയ എന്ത് രസമുള്ള കാര്യമാണ്. സോ അതിനോടൊക്കെ നോ പറയാനുള്ള തൻചേടം നമ്മൾ കാണിക്കണം. അതൊക്കെ വെറും സില്ലി ആയിട്ടുള്ള കാര്യമാണോ? അതൊക്കെ ഏത് യവനും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഏത് മടിയനും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. മടിയന്മാർ മാത്രം ചെയ്യുന്ന കാര്യമാണ്. ഡിസ്ട്രാക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, ഉത്തരവാദിത്ത ബോധമില്ലാത്തവർ ചെയ്യുന്ന കാര്യമാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള വ്യക്തിത്വമുള്ള, മഹത്വമുള്ള, നല്ല സ്വഭാവമുള്ള, നല്ല ക്യാരക്ടറുള്ള, നല്ല സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തിക്ക് ചേർന്നതല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ. വെറുതെ അത് ബേസ് ചെയ്ത് അത് ഉപയോഗിക്കേണ്ടെന്നല്ല പറയാം, അത് ഉപയോഗിച്ചിട്ട് സമയം കളയുന്നത് ഇറ്റ്സ് നോട്ട് എ റൈറ്റ് തിങ് ടു ഡു. നേരത്തിന് എണീറ്റ്, കറക്റ്റ് ആയിട്ടുള്ള സമയത്തിന് എണീറ്റ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനാണ് പ്രയാസം. അതാണ് കഴിവ്, അതാണ് വ്യക്തിത്വം. അത് ചെയ്യാനാണ് തൻചേടം വേണ്ടത്, അത് ചെയ്യാനാണ് ശക്തി വേണ്ടത്, അത് ചെയ്യാനുള്ള കപ്പാസിറ്റി, ആ ഒരു വിഗറും ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് തെളിയിക്കുന്നത്, കഴിവുള്ളവനാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാവുണ്ടോ? ചാക്കി പറയുന്നു ഇപ്പൊ ഇവിടെ പണിയില്ല എന്ന് പറയുന്നു. പണി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല. ക്രിയേറ്റ് എ ഷെഡ്യൂൾ. നിങ്ങൾക്ക് പണിയുണ്ട്, എക്സസൈസ് ചെയ്തൂടെ? അത് പണിയല്ലേ? പണി ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ബി എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഇരിക്കുന്നത് മനുഷ്യനെ ഭ്രാന്തനാക്കി കളയും, മടിയനാക്കി കളയും. മനുഷ്യന്റെ ഉള്ളിലേക്ക് an idle man's mind is a devil's workshop എന്നാ പറയാ. വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സെന്ന് പറയുന്നത് ചെകുത്താന്റെ പണിശാലയാണ്. അത് വെറുതെ പറഞ്ഞതല്ല. വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സ് ചെകുത്താന്റെ പണിശാലയാണ്. അത് നമുക്ക് എന്താ വെച്ചാൽ, ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. അത് നമുക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കാനുള്ള, വെറുതെ ഇരുന്ന് അതിനെ ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടാവും. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെറുതെ ഇരിക്കുന്ന നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആര് നോക്കും ഉത്തരവാദിത്തങ്ങൾ? ആര് നമ്മുടെ കാര്യങ്ങൾ നോക്കും? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് രാവിലെ എണീക്കുക, കുളിച്ച് ഫ്രഷ് ആവുക, മെഡിറ്റേഷൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ജീവിതം തുടങ്ങുക. ജീവിക്കുക എന്ന് പറയുന്നത്, മരണം, ഉറക്കം എന്ന് പറയുന്നത് പാതി മരണത്തിന് തുല്യമാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ്. ഉണർന്നിരിക്കുന്ന സമയത്ത് ആസ്വദിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ട്രാവൽ ചെയ്യാം, യാത്ര ചെയ്യാം, ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാം, പ്ലാൻ ചെയ്യാം, ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാം, യാത്ര ചെയ്യാം, അല്ലെങ്കിൽ പദ്ധതികൾ ഉണ്ടാക്കാം, അടുത്ത പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാം, വായിക്കാം, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാം, വളണ്ടിയർ ആയിട്ട് ചെന്ന് സപ്പോർട്ട് ചെയ്യാം, ഹോസ്പിറ്റലുകൾ സന്ദർശിക്കാം. യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും.
നമുക്ക് ചെയ്യാൻ ഒന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞിരിക്കരുത്. There are a lot of things that we can do. ഇതേപോലെ തന്നെ ആസ്വദിക്കാം. കുറച്ചൊക്കെ ഒരു പുസ്തകം വായിക്കുന്നു, കുറച്ചൊരു നോവൽ വായിക്കുന്നു, കുറച്ചൊരു ലൈക്ക് TV കാണുന്നു, അല്ലെങ്കിൽ കുറച്ചൊരു നൊസ്റ്റാൾജിയ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ബന്ധുക്കളെ വിസിറ്റ് ചെയ്യുന്നു, രോഗികളെ വിസിറ്റ് ചെയ്യുന്നു. ഡു സംതിങ് വിത്ത് യുവർ ലൈഫ്. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു. ഡോണ്ട് ടെൽ മീ യു ക്യാൻ ഡു എനിത്തിങ്. നിങ്ങളുടെ ശരീരത്തിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം, വർക്കൗട്ട് ചെയ്യാം, എക്സസൈസ് ചെയ്യാം, ജിമ്മിൽ പോകാം. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു. അടുത്ത ഗോളുകൾ, അടുത്ത കോഴ്സ്, അടുത്ത ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സമയം കണ്ടെത്താം. അടുത്ത ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു അറിവ് പഠിച്ചെടുക്കാം, കോഴ്സ് പഠിച്ചെടുക്കാം. ഡു സംതിങ് വിത്ത് യുവർ ലൈഫ് ദാറ്റ് യു ക്യാൻ ഡു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? യെസ് ഓർ നോ? യെസ്? യു അഗ്രി വിത്ത് മീ? ബി ആക്റ്റീവ്. നമ്മൾ ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്ന, ഫുൾഫിൽമെന്റ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഫുൾഫിൽമെന്റ്, തൃപ്തി എന്ന് പറയും. തൃപ്തി എന്ന് പറയുന്ന സംഗതികൾ വരുന്നത് ജോലികൾ പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുമ്പോഴാണ് തൃപ്തി വരുന്നത്. തൃപ്തി വരുന്നത് എപ്പോഴാണ്? ജോലികൾ പൂർത്തിയാക്കുമ്പോൾ. ആ വീട് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു തൃപ്തി കിട്ടാറുണ്ട്. എന്തൊരു ഭംഗിയാ പിന്നീട്, അല്ലേ? പക്ഷെ അത് ജോലി ചെയ്യുന്നതിന് മുമ്പോ ഇനി അത് ചെയ്യണല്ലോ എന്ന്. അപ്പൊ ആ ചെയ്യുന്നതിൽ, അതിൽ കിടന്ന് വിയർക്കുന്നതിൽ, അതിൽ കിടന്ന് അധ്വാനിക്കുമ്പോൾ ആ ഒരു വിയർക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ദാറ്റ് ഷുഡ് ഹീൽ യു. ദാറ്റ് ഷുഡ് ട്രാൻസ്ഫോം യു. ദാറ്റ് ഷുഡ് മേക്ക് യു ഫീൽ പ്രൗഡ്. ഞാൻ സ്പെഷ്യൽ ആണ്, ഞാൻ ബെറ്റർ ആണ്, ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നു, ഞാൻ എൻ്റെ ടാസ്ക് നിറവേറ്റുന്നു, ആൻഡ് ഐ എൻജോയ് ഡൂയിങ് ദാറ്റ്, ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന ഫീലിംഗിലേക്ക് എത്തണം. അതൊക്കെ എത്തിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. നമ്മളോടൊക്കെ നമ്മൾ ജോലികൾ ചെയ്തു തീർക്കുമ്പോൾ വല്ലാത്ത, അതൊക്കെ ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിയായി മാറിയിട്ടുണ്ട് പലർക്കും. കാരണം സോഷ്യൽ മീഡിയ വന്നിട്ട് എല്ലാവരെയും മടിയരാക്കി കളഞ്ഞു, അഡിക്റ്റ് ആക്കി കളഞ്ഞു. അധികം ആൾക്കാർക്ക് ഈ പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ. എത്ര പേരെന്നറിയാം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നത്, മടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട്. ലോട്ട് ഓഫ് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഈ ട്രാപ്പിൽ വീണിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഈസ് നോട്ട് എ ഗുഡ് തിങ്. സോഷ്യൽ മീഡിയയോട് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം. നോ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം. പേടിക്കരുത്. ഫോമോ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. ഫോമോ അധികം ആൾക്കാരുടെ അടുത്തൊരു സംഗതിയാണ്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്താണ്? എല്ലാവരും ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ എല്ലാവരും ചില രസങ്ങൾ ആസ്വദിക്കുന്നു, ആ രസം എനിക്ക് ആസ്വദിക്കാൻ കഴിയില്ലേ എന്ന ഭയം. ഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യണം, അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയത്ത് അൺഇൻസ്റ്റാൾ ചെയ്യണം. നോ പറയാൻ കഴിയണം. ഈ ലോകത്ത് മറ്റുള്ളവർ ഇവിടെ എന്ത് സിനിമ റിലീസ് ആയിക്കോട്ടെ, ഇവിടെ എന്ത് ഇൻസ്റ്റഗ്രാമോ മറ്റുള്ള സംഗതികളോ, എന്റർടൈൻമെന്റോ, പുതിയ റീൽസോ സംഗതികളോ കാര്യങ്ങളോ, ഈ ന്യൂസുകളോ വാർത്തകളോ സംഗതികളോ എന്തോ റിലീസ് ആയിക്കോട്ടെ, ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞ് അതിനോട് നോ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാനുള്ള, അഞ്ചിടം കാണിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. പേടിക്കരുത്. അപ്പൊ എനിക്ക് അത് നഷ്ടപ്പെടില്ല, ആ അറിവ് നഷ്ടപ്പെടില്ല, ഈ അറിവ് നഷ്ടപ്പെടില്ല. ബിക്കോസ് യു ആർ അഡിക്റ്റഡ്, നത്തിങ് എൽസ്. യുവർ ബ്രെയിൻ ഈസ് അഡിക്റ്റഡ്. നിങ്ങളുടെ ബ്രെയിൻ അഡിക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നോ പറയാൻ കഴിയാത്തത്. സില്ലി ആയിട്ടുള്ള കാര്യങ്ങളോട് ചില ആൾക്കാർക്ക് നോ പറയാൻ കഴിയില്ല. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ, ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിച്ചിട്ടില്ലെങ്കിൽ, അയൽപ്പക്കാരുടെ കൂടെ സമയം ചെലവഴിച്ചില്ലേ, കുറെ സംസാരിച്ചില്ലേ, വാട്സപ്പിൽ കുറെ സമയം ചോദിച്ചില്ലേ, ചില ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ, ആ ഗ്രൂപ്പുകൾ എടുത്തു നോക്കിയിട്ടില്ലെങ്കിൽ, ആ ഗ്രൂപ്പിൽ തന്നെ ഇറങ്ങി പോരാൻ കഴിയില്ല. ചില ഗ്രൂപ്പുകൾ, ചില വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് നിങ്ങളുടെ സമയം കളയുന്ന. ചില ഗെയിമുകളുണ്ട്. അതിനോട് നോ പറയാനുള്ള തഞ്ചേടം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നില്ല? ഈ എവിടെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. അതിനോട് നോ പറയാനുള്ള തഞ്ചേടം കാണിക്കുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രോബ്ലം മടിയല്ല, നിങ്ങളുടെ പ്രോബ്ലം പേടിയാണ്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. പല അവസരങ്ങളും നഷ്ടപ്പെടും. എന്ത് അവസരം? സുഖങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുവോ? രസങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുവോ? പല കാര്യങ്ങളും അവരാസ്വദിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ആസ്വദിക്കാൻ കഴിയാതെ വിട്ടുപോകുമോ? നോ. ഞാൻ പറയുന്നത് വെച്ചാൽ, കംപ്ലീറ്റ്ലി നോ പറഞ്ഞ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി നിങ്ങളൊരു സൈക്കോ ആയിട്ട് ജീവിക്കണം എന്നല്ല, ഒരു ഡിഫറെന്റ് വ്യക്തിയായിട്ട് ജീവിക്കണം എന്നല്ല, ഒരു നോർമൽ അല്ലാത്ത വ്യക്തിയായിട്ട് ജീവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന, നിങ്ങളുടെ ടൈം എവിടെയാണോ കളയുന്നത് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾ അഡിക്റ്റഡ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളോട് നോ പറയാൻ കഴിയുമോ? ദാറ്റ്സ് ഓൾ. ഇറ്റ് ദാറ്റ് സിമ്പിൾ. അതിനോട് നോ പറയാനുള്ള ഒരു തഞ്ചാടം കാണിക്കുക, ഒരു ഗട്സ് കാണിക്കുക. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നടക്കുക എന്നുള്ളത് അറിയണമല്ലോ. നമുക്കൊരു പേടിയുണ്ടെങ്കിൽ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് അറിയണമല്ലോ, എന്താ സംഭവിക്കാന്ന് അറിയണമല്ലോ.
അങ്ങ് ചാലഞ്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ടേക്ക് ദ ഡിസിഷൻ, ഗോ ഫോർ ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് എന്താ വെച്ചാൽ ചില കാര്യങ്ങളാൽ പേടിച്ചിട്ട് മടിയും ബുദ്ധിമുട്ടും തളർച്ചയും വരുന്നവരുണ്ട്. അങ്ങനെ നീട്ടി വെക്കുന്നവരുണ്ട്. ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വ്യക്തി എന്നോട് എങ്ങനെ പെരുമാറും? ഈ വ്യക്തി എന്നോട് എങ്ങനെ പെരുമാറും? ഇത് എന്നെ ബാധിക്കുമല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് വിഷമിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഞാൻ എന്ത് ചെയ്യും? തളർന്നു പോകുന്ന ഒരവസ്ഥയിൽ. ഇത് ഭയങ്കര ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള നീട്ടിവെക്കുന്ന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നീട്ടിവെക്കുന്നുണ്ടാവും. അവർക്ക് കാരണം അവർക്ക് ആ സ്ട്രെസ് എല്ലാം താങ്ങാൻ കഴിയാതെ തളർന്നു പോകുന്നതാണ്. നിങ്ങൾ പറയേണ്ടത് ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. ഇതിലെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോ നിങ്ങൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾ ധൈര്യം കാണിക്കണം, ഞാൻ ഈ പറഞ്ഞതുപോലെ. രണ്ടാമത്തത് നിങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി ഡൗൺ ആയിട്ടുള്ള, വിഷമിച്ചിട്ടുള്ള, സങ്കടപ്പെട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകാം. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമില്ലാത്തൊരവസ്ഥ. യെസ് ഓർ നോ? ഈ ഒരു പ്രശ്നം കാരണം സ്വയം വെറുക്കുന്നവർ എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്ത്, നീ എന്ന് കമന്റ് ചെയ്ത്. ഈ ഒരു പ്രശ്നം കാരണം സ്വയം വെറുക്കുന്നവർക്ക് അന്ന് കമന്റ് ചെയ്ത്. അതായത് നീട്ടിവെക്കുന്ന സ്വഭാവം, മടി പിടിക്കുന്ന സ്വഭാവം, മൊബൈലിൽ കളിക്കുന്ന സംഗതി. എനിക്ക് തീരെ ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമേ അല്ല. ഐ ജസ്റ്റ് ഹേറ്റ് മൈസെൽഫ്. ഞാനെന്താ ഇങ്ങനെ, എനിക്കെന്താ ഒന്നും ചെയ്യാൻ കഴിയാത്തത്? ബാക്കിയുള്ളവരൊക്കെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കിതൊന്നും അങ്ങോട്ട് റെഡിയാക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഡൗൺ ആണല്ലോ, ഞാൻ പ്രയാസത്തിലാണല്ലോ, ഞാൻ വിഷമത്തിലാണല്ലോ. ഞാനെന്താ ഇങ്ങനെ? ഈ രൂപത്തിലൂടെ ഇല്ലേ? ഒന്ന് കമന്റ് ചെയ്യും. ഐ വാണ്ട് എവ്രി വൺ ടു ബി ഹോണസ്റ്റ്, സത്യസന്ധമായിട്ട്. അപ്പൊ അങ്ങനെയുള്ളവര്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിന്റ് പറയാനുള്ളത്, സ്റ്റോപ്പ് ബ്ലെയിമിങ് യുവർ സെൽഫ്. നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നത് നിർത്തുക. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഉള്ളത്, നമ്മൾ കൂടുതൽ വിഷമിക്കുന്ന, കൂടുതൽ സങ്കടപ്പെടുന്ന, കൂടുതൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ, നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മളുടെ ശത്രു ആവുകയാണ്. യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ഔട്ട്. നിങ്ങൾ നിങ്ങളെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിഷമിപ്പിക്കുകയാണ് നിങ്ങളെ, അല്ലേ? നിങ്ങൾ കൂടുതൽ വെറുക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താവുന്നു? കൂടുതൽ ടയേർഡ് ആകുന്നു, കൂടുതൽ വിഷമിക്കുന്നു. അത് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു. കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ കൂടുതൽ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, മടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഒന്നും ചെയ്യാൻ കഴിയാതെ ക്ഷീണിക്കുന്നു, ബലഹീനനാകുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു കയറാൻ കഴിയാതെ ശക്തിയില്ലാത്തവനായി പോകുന്നു. യെസ് ഓർ നോ? നിങ്ങൾ വീക്കായി പോകുന്നു, നിങ്ങൾ തളർന്നു പോകുന്നു, അല്ലേ? നിങ്ങളെ ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിച്ചെങ്കിൽ, ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്തിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. ഒരു മോട്ടിവേഷൻ വീഡിയോ ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. സംബടി, ആരെങ്കിലും വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു, ആരെങ്കിലും വന്നിട്ട്, അല്ലെ? ഡിപ്പെൻഡിങ് അതേഴ്സ്. അപ്പോ അതൊരു സൈക്കിളാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിപ്പോ തുടർന്ന് ഒരു വല്ലാത്തൊരു ട്രാപ്പിൽ പെട്ടിരിക്കുക, വിശ്വ സൈക്കിളില്. ഇത് ഡൗൺ ആകുന്നു, കൂടുതൽ വിഷമിക്കുന്നു. നമ്മൾ കൂടുതൽ വിഷമിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറ്റി ഡൗൺ ആയിട്ട് നമ്മുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാൻ കഴിയാത്ത നമ്മൾ തന്നെയാണ് നമ്മളെ കൂടുതൽ ഡൗൺ ആക്കി കളയുന്നത്, സ്വയം വെറുക്കുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എഴുതി വെച്ചോ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. കമന്റ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ, ഐ ലവ് മൈസെൽഫ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഈവൻ ദോ ഐ ആം ലേസി, ഈവൻ ദോ ഐ ആം സിറ്റിംഗ് ഹിയർ, ഈവൻ ദോ ഐ തിങ്ക് ഐ കാൻ ഡു എനിത്തിങ്, I still love myself. I love myself. It's okay. It's okay. I love myself. ഒന്ന് പറഞ്ഞേ. ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ജസ്റ്റ് ടാപ്പ് ചെയ്തോ ഇവിടെ ഇങ്ങനെ കയ്യിൽ. Even though I'm not active,
ഐ അക്സെപ്റ്റ് ദാറ്റ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ എന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ മടിയനാണ് എങ്കിലും, ഞാൻ നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലും ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്നെ സ്വീകരിക്കുന്നു. ഞാൻ എന്നെ ഉൾക്കൊള്ളുന്നു. ഐ ലവ് മൈസെൽഫ്. ഐ ഫർഗീവ് മൈസെൽഫ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച, ഇങ്ങനെയൊക്കെ മടി പിടിച്ചിരുന്ന എന്നോട് ഞാൻ ക്ഷമിക്കുന്നു. പരിപൂർണമായും സത്യസന്ധമായും അഗാധമായും ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഞാൻ എന്നെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. ഓക്കെ, പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണടച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സറിഞ്ഞ് പറയാം. മനസ്സറിഞ്ഞ് പറയാം. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഐ ഫർഗീവ് മൈസെൽഫ്. ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ഞാൻ നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ്. ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ്. ഞാനത് മനസ്സിലാക്കുന്നു. ടാപ്പ് ചെയ്യാം. പറഞ്ഞുകൊണ്ടിരിക്കുക. വീഡിയോയിൽ വരട്ടെ പരമാവധി ആൾക്കാർ. എനിക്ക് നിങ്ങളൊന്ന് കാണാനാണ് നിങ്ങൾ ടാപ്പ് ചെയ്യുന്നത്. ഐ ലവ് മൈസെൽഫ്. ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവിടെ കയ്യിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യും മെല്ലെ. ഐ ലവ് മൈസെൽഫ്. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നല്ല വ്യക്തിയാണ്. എൻ്റെ ഉദ്ദേശം നല്ലതാണ്. എൻ്റെ ഉദ്ദേശം നല്ലതാണ്. എൻ്റെ മനസ്സിനുള്ളിൽ നന്മയുണ്ട്. എൻ്റെ മനസ്സിനുള്ളിൽ നന്മയുണ്ട്. എൻ്റെ മനസ്സിനുള്ളിൽ നന്മയുണ്ട്. എൻ്റെ ഉദ്ദേശം നല്ല ആക്റ്റീവായിട്ടുള്ള, നല്ല എനർജറ്റിക് ആയിട്ട്, നല്ല ആവേശത്തോട് കൂടിയിട്ട് ജോലി ചെയ്യാനുള്ള ആഗ്രഹമാണ് എൻ്റെ ഉള്ളിൽ. പക്ഷെ ചില സമയത്ത് കഴിയുന്നില്ല. അങ്ങനെ ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആ എന്നെ കുറ്റപ്പെടുത്തിയ ഞാൻ എന്നെ വെറുത്തിട്ടുണ്ട്. ബട്ട് ഇപ്പോ ഈ നിമിഷം മുതൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് മൈസെൽഫ്. ഇറ്റ്സ് ഓക്കെ. എനിക്ക് പല പോരായ്മകളുണ്ട്. ഞാൻ പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഐ ലവ് മൈസെൽഫ്. സ്റ്റിൽ ഐ ലവ് മൈസെൽഫ്. ഈവൻ ദോ ഐ ഫീൽ ലൈക്ക് ഐ ആം ലേസി, ഐ ലവ് മൈസെൽഫ്. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നല്ല വ്യക്തിയാണ്. ഞാൻ നല്ല മനസ്സിനുടമയാണ്. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. എനിക്ക് നന്നായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. എൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതാണ്. എൻ്റെ മനസ്സിലെ ഉദ്ദേശശുദ്ധി നല്ലതാണ്. എനിക്ക് മാറാൻ പറ്റും. എനിക്ക് മാറാൻ കഴിയും. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഐ ലവ് ഹാർഡ് വർക്ക്. ഐ ലവ് ഡെഡിക്കേഷൻ. ഐ ലവ് സെൽഫ് ഡിസിപ്ലിൻ. ഐ ക്യാൻ ഡു ഇറ്റ്. ഐ ക്യാൻ ഡു ഇറ്റ്. ഐ ക്യാൻ ഡു ഇറ്റ്. ഐ വിൽ ഡു ഇറ്റ്. ഐ വിൽ ഡു ഇറ്റ്. എനിക്ക് പല വാട്സപ്പ് ഗ്രൂപ്പുകളോടും പല സോഫ്റ്റ്വെയറോടും നോ പറയാൻ പേടിയുണ്ട്. എങ്കിൽ പോലും, ആ പേടിയുണ്ടെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ പ്രയാസമുണ്ടെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ഓക്കെ. ആ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓക്കെ. ബട്ട് ഞാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഇഗ്നോർ ചെയ്യാൻ എനിക്ക് പറ്റും. അത് സ്റ്റോപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഐ ഫർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, genuinely, sincerely, deeply. I love myself. I accept myself. I forgive myself completely, genuinely, sincerely, deeply. ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഹലോ. സോ ഇത്രയും ചെയ്തോ. എന്നിട്ട് ടേക്ക് എ ഡീപ് ബ്രെത്ത്. രണ്ട് കൈയും എന്ത് ചെയ്യുക? നെഞ്ചത്ത് വെക്കുക. ഇടത്തെ കൈ ഇവിടെ വെക്കുക. അതിന് മുകളിൽ വലത്തെ കൈ വെക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ ടച്ച് ചെയ്യുന്നു, ഫീൽ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നു. നിങ്ങൾ നിങ്ങളെ സ്പർശിക്കുന്നു. നിങ്ങൾ നിങ്ങളെ അറിഞ്ഞ് ഫീൽ ചെയ്തിട്ട് ടേക്ക് എ ഡീപ് ബ്രെത്ത്. റിലാക്സ്. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഐ ലവ് മൈസെൽഫ്.
നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഫീൽ ചെയ്തിട്ട് ഒരുപാട് ഇഷ്ടത്തോട് കൂടിയിട്ട് ആ നെഞ്ചിലേക്ക് അത് ചേർത്ത് വെച്ചിട്ട് ഇഷ്ടത്തോട് കൂടിയിട്ട് ഫീൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഒരു വല്ലാത്ത സെൽഫ് ലവ് ഫീൽ ചെയ്യും, വല്ലാത്തൊരു സ്നേഹം, വല്ലാത്തൊരു ഇഷ്ടം, വല്ലാത്തൊരു അക്സെപ്റ്റൻസ്. ഇറ്റ്സ് ഓക്കെ, ഞാൻ നല്ലവനാണ്. ഇറ്റ്സ് ഓക്കെ, ഐ ലവ് മൈസെൽഫ്. പോരായ്മകൾ ഉണ്ടെങ്കിലും എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം. ഞാൻ റെഡി ആയിട്ട് വരും. ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ഫീൽ ദാറ്റ് ദ എൻറ്റയർ ലവ്. നൗ യു ആർ യുവർ ഫ്രണ്ട്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തായി മാറിക്കഴിഞ്ഞു. Yes or no? How do you feel? How do you feel now? Better? പതിയെ കൈകളെ കൂട്ടിത്തിരുമുക, ദേഹത്തും കവിളത്തും എല്ലാം ഒന്ന് തടവുക. വേണ്ട, ഫീൽ ദാറ്റ് എനർജി, ഫീൽ ദാറ്റ് ലവ്. How do you feel? Are you feeling better? Are you feeling better? Yes or no? You are healing. Yes. You are healing. You are becoming a better person. ഈ എനർജി എപ്പോഴും നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യുക. മടി മാറണം എന്നുണ്ടെങ്കിൽ സെൽഫ് ലവിൽ നിന്ന് തുടങ്ങണം. മടി മാറണം എന്നുണ്ടെങ്കിൽ സെൽഫ് ലവിൽ നിന്ന് തുടങ്ങണം. സ്വയം ഇഷ്ടപ്പെടണം. സ്വയം വെറുക്കരുത്. സ്വയം വെറുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഹലോ, യെസ് ഓർ നോ? അപ്പൊ ഈ ഇഷ്ടത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഇനി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വരണം. എനിക്ക് ചെയ്യാൻ കഴിയും. ഇതിനു ശേഷമാണ് നമ്മുടെ അഫർമേഷൻ കൊടുക്കേണ്ടത്. ഐ ലവ് ഹാർഡ് വർക്ക്. ഐ ലവ് ടു ബി ആക്റ്റീവ്. എനിക്ക് ഹാർഡ് വർക്കിലൂടെ കിട്ടുന്നത് ഏൺ ചെയ്താൽ മതി. എനിക്ക് എന്താ പറയാ, എഫേർട്ട് ഇട്ടിട്ട് ഐ ഡോണ്ട് എക്സ്പെക്ട് anything in return if I don't put effort. ഞാൻ എഫേർട്ട് ഇടില്ലെങ്കിൽ എനിക്കൊന്നും ഇങ്ങോട്ട് വേണ്ട. അങ്ങനത്തെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവണം. നമ്മുടെയൊക്കെ ഇപ്പൊ ബിലീഫ് സിസ്റ്റം എന്ന് വെച്ചാൽ എങ്ങനെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാം, എങ്ങനെ എളുപ്പത്തിൽ സുഖം നേടാം, എങ്ങനെ എളുപ്പത്തിൽ റിലാക്സ് ചെയ്യാം, എങ്ങനെ എളുപ്പത്തിൽ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് ഉറങ്ങുമ്പോൾ പൈസ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കുറേ മെസ്സേജുകളും സംഗതികളും കാര്യങ്ങളും നമ്മുടെ ഈ വർക്ക് ചെയ്യുന്ന ലൈഫിനെ, ആക്റ്റീവായിട്ടുള്ള ലൈഫിനെ വെറുക്കുന്ന ഒരു അവസ്ഥയുള്ള മെസ്സേജുകളും സംഗതികളും സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എളുപ്പം 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 എന്ന് ഒരു വാക്കിനോട് നമുക്ക് പ്രണയം ഉണ്ടാക്കിയിട്ടുണ്ട്. എളുപ്പം എന്നുള്ള വാക്കിനോട് പ്രണയം ഉണ്ടാക്കരുത്. എളുപ്പം എന്നുള്ള വാക്കിനോട് പ്രണയമുള്ളവരെല്ലാവരും മടിയന്മാരാണ്. സ്വർണം. എളുപ്പം എന്നുള്ള വാക്കിനോട് പ്രണയമുള്ളവരെല്ലാവരും എന്തെങ്കിലും ഒരു എളുപ്പ വഴി കണ്ടെത്താൻ ശ്രമിക്കുന്ന മടിയന്മാരായിട്ടുള്ള ആൾക്കാരാണ്. എളുപ്പം എന്ന് പറയുന്ന റിയാലിറ്റി ഇല്ല. യു ഹാവ് ടു വർക്ക്, യു ഹാവ് ടു ബി ആക്റ്റീവ്. ആക്റ്റീവ് ആകുന്നതിലാണ്, അതെ, ചുളുവിൽ ചുളുവിൽ എല്ലാം അമീർ ജാൻ പറയുന്നു, എല്ലാം ചുളുവിൽ കാര്യങ്ങൾ നടക്കണം. എല്ലാം നമുക്ക് എന്താ വെച്ചാൽ എളുപ്പത്തിൽ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വിട്ട് കളയണം. വി ഷുഡ് നോട്ട് ലൈക്ക് ദാറ്റ്. വി ഷുഡ് നോട്ട് ലൈക്ക് ദാറ്റ്. വി ഷുഡ് നോട്ട് ഐഡന്റിഫൈ വിത്ത് ദാറ്റ്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യരുത്. എങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കാം എന്നുള്ളതിന് പകരം എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം മീനിങ് ഫുൾ ആക്കാം, അർത്ഥമുള്ളതാക്കാം, തൃപ്തിയുള്ളതാക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ അതിനെ കൂടുതൽ വരണം. നമ്മൾ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ബെറ്ററായ കാര്യങ്ങളിൽ നമുക്ക് എളുപ്പമുണ്ടാവുള്ളൂ. ഫ്യൂച്ചറിൽ നമുക്ക് എളുപ്പം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ സുഖമുള്ള ലൈഫ് ഉണ്ടാവുള്ളൂ, ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈസിയായ കാര്യങ്ങൾ ചെയ്താൽ ഫ്യൂച്ചറിൽ നമുക്ക് ഹാർഡായിട്ടുള്ള ലൈഫാണ് ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ഒരു 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 ചെറിയൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഞാൻ എൻ്റെ വാൾപേപ്പറായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ റീസെന്റ് ഞാൻ വെച്ചൊരു കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വെച്ചൊരു കാര്യമുണ്ട്. ഇതെന്താണ്, എന്നെ റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാ. ആ വെച്ചിരിക്കുന്ന വാൾപേപ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ഇതിങ്ങനെ കാണുന്നുണ്ടോന്ന് അറിയില്ല, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല.
അതായത് അതിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈസി ഡിസിഷൻസ് ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ഹാർഡ് ലൈഫ് ആയിരിക്കും നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ വാൾപേപ്പറിൽ പറയുന്നുണ്ട്, ഇഫ് യു ടേക്ക് ഹാർഡ് ഡിസിഷൻസ് നൗ യു വിൽ ഹാവ് എ ഈസി ഓർ ബെറ്റർ ഫ്യൂച്ചർ ലൈഫ്. നമ്മളുടെ ജീവിതം കുറച്ചുകൂടെ ഈസി ആവണമെങ്കിൽ, എളുപ്പമുള്ളത് പ്രയാസമില്ലാത്തതാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഹാർഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം. സോ ഐ ലവ് ടു ടേക്ക് ഹാർഡ് ഡിസിഷൻസ്. ഐ ലവ് ഹാർഡ് വർക്ക്. ഐ ലവ് ഹാർഡ് വർക്ക്. ഐ ലവ് ടു ടേക്ക് ഹാർഡ് ഡിസിഷൻസ്. പ്രയാസമുണ്ടാക്കുന്ന ഡിസിഷൻസ് എടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഐ ആം എ പേഴ്സൺ ഹു ടേക്ക് ഹാർഡ് ഡിസിഷൻസ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണ് അപ്പൊ പറഞ്ഞത്? അപ്പൊ മടിയെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം ഷിഫ്റ്റ് ആവേണ്ടത് നമ്മുടെ ബിലീഫ് സിസ്റ്റവും നമ്മുടെ സെൽഫ് ഹെയ്റ്റും, നമ്മളോടുള്ള ഒരു ട്രോമ റെസ്പോൺസിന് കാരണമായിട്ടുള്ള നമ്മളുടെ ഒരു സെൽഫ് ഹെയ്റ്റിന് വലിയൊരു കാര്യമുണ്ട് മനസ്സിനുള്ള. അപ്പൊ ആ എനർജി ചേഞ്ച് ചെയ്യണം. ആ എനർജിയെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. സെൽഫ് ലവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചു വരവിനുള്ള, കംബാക്കിനുള്ള, നിങ്ങളെ തിരിച്ചു പിടിച്ച് ആക്റ്റീവ് ആക്കി കൊണ്ടുവരാനുള്ള സംഗതിയിലേക്ക്. രണ്ടാമത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ ചേഞ്ച് വരുത്തുക. ആ ബിലീഫ് സിസ്റ്റത്തിൽ ഇപ്പോൾ ഉള്ളത് എന്താണ്? അറിയാതെ കിടക്കുന്നത് എന്താണ്? കാലങ്ങളായിട്ട് കിടക്കുന്നത് എന്താണ്? ഒരു ലൈഫ് ഈസി ആകണം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കണം, സുഖമുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ല. എല്ലാ ടാസ്കുകളും കംഫർട്ടബിൾ ആയിട്ട് ഈസി ആയിട്ട് വരണം എന്നുള്ള തിങ്കിങ് ഉണ്ട്. അത് മാറിയിട്ട് ഐ ലവ് ഹാർഡ് വർക്ക്. ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഹാർഡ് വർക്ക്. അപ്പൊ അത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ചെയ്തു തുടങ്ങാം. എങ്ങനെ? രാവിലെ എണീച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്ലേറ്റ് വാഷ് ചെയ്യുന്നതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്നതിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഡ്രസ്സ് അയൺ ചെയ്യുന്നതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാത്തിലും എളുപ്പം കൊണ്ടുവരാനും എല്ലാത്തിലും സുഖം കൊണ്ടുവരാനും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നമ്മളെ ബെഡ് നമ്മൾ ഉറങ്ങി എണീറ്റതിന് ശേഷം ബെഡ് റെഡിയാക്കി വെക്കുന്നതിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? സ്റ്റാർട്ട് വിത്ത് സ്മോൾ തിങ്സ്. ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ സമയം കളയണം എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന പൊതുവെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഒരു മടിയുടെ പുറത്ത് അതവിടെ നോട്ടെ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ. സ്റ്റാർട്ട് ഫിനിഷിങ് സ്മോൾ തിങ്സ്. ഫിനിഷ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ടഡ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഫിനിഷ് വാട്ട് യു ഹാവ് സ്റ്റാർട്ടഡ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. ബി എ ഫിനിഷർ. അപ്പൊ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് വെച്ചാൽ ഐ ലവ് ടു ഫിനിഷ്. ഐ ലവ് ടു ഫിനിഷ് മൈ ടാസ്ക്. അടുത്ത കമാൻഡ് എഴുതി വെക്കുക. ഐ ലവ് ടു ഫിനിഷ് മൈ ടാസ്ക്. ഒന്ന് കമന്റ് ചെയ്തേ. ഐ ലവ് ടു ഫിനിഷ് മൈ ടാസ്ക്. ഐ ലവ് ടു ഫിനിഷ് മൈ ടാസ്ക്. ഐ ലവ് ടു ഫിനിഷ്. എനിക്ക് ഫിനിഷ് ചെയ്യാൻ താല്പര്യമാണ്, കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമാണ്. കംപ്ലീറ്റ് ചെയ്യാതെ എത്രയോ കാര്യങ്ങൾ പെൻഡിങ് ഇട്ട് പോയിട്ടുണ്ട് തുടങ്ങി വെച്ചിട്ട്. എന്തിന്റെ കാരണത്താൽ? മടിയുടെ കാരണത്താൽ. അപ്പോൾ വാട്ട് ഈസ് പെൻഡിങ്? എന്താണ് ഓപ്പൺ ആയി കിടക്കുന്നത്? ക്ലോസ് ചെയ്യാതെ ഏത് ഫോൾഡർ ആപ്പ് ഓപ്പൺ ആയി കിടക്കുന്നത്? ഏതൊക്കെ ടാസ്കുകളാണ് പെൻഡിങ്ങിലുള്ളത്? കഴിഞ്ഞ വർഷം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ഇപ്പോ ഈ 2000 ഇതുവരെയായിട്ട് തീർത്തിട്ടില്ല. അങ്ങനെ ഏതൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്? എന്തൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ട്? ആ ബുക്ക് വായിക്കാന്ന് പറഞ്ഞു. ഗോ ബാക്ക്. ഹാർഡായിട്ടുള്ള കാര്യമാണ് ബുക്ക് വായന. ഗോ ബാക്ക് ആൻഡ് റീഡ് ദാറ്റ് ബുക്ക് ആൻഡ് ഫിനിഷ് ഇറ്റ്. ഫൈൻഡ് ടൈം ഫോർ ഇറ്റ്. ഗോ ബാക്ക് ടു ജിം ആൻഡ് ഗെറ്റ് ബാക്ക് ടു ദ ട്രാക്ക്. ജിമ്മിൽ പോയിട്ട് ഫീ അടച്ചിട്ട് ജനുവരി 1 തീയതി മുതൽ പോയിട്ടില്ല. ഗോ ബാക്ക് ആൻഡ് ഡു ഇറ്റ്. ഗോ ബാക്ക് ആൻഡ് ഡു ഇറ്റ്. ചെയ്യണം എന്ന് ആഗ്രഹിച്ച് തീരുമാനിച്ച് ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്ത് ആഗ്രഹിച്ച് ചിന്തിച്ചിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. ഗോ ആൻഡ് ഡു ഇറ്റ് അഗെയിൻ. ഓക്കെ, ബി എ ഫിനിഷർ. ഇനി ചെയ്യാൻ കഴിയാത്തൊരു വല്ലാത്ത പ്രയാസകരമായ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സെൽഫ് ലവ് കൊടുത്ത് ഒരു ക്ഷമയോട് കൂടിയിട്ട് അതിനൊരു പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെക്കാം.
ഇപ്പോഴത്തെ ടോപ്പ് പ്രയോറിറ്റി എന്താണ്, ഇപ്പൊ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്, അതിലേക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. ഇപ്പൊ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ക്രിയേറ്റ് എ ലിസ്റ്റ് ഫോർ ദാറ്റ്. ക്രിയേറ്റ് എ പ്രയോറിറ്റി ലിസ്റ്റ്. ഇപ്പൊ ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതെല്ലാം കൂടെ എനിക്ക് ചെയ്യാൻ കഴിയില്ല, പക്ഷേ എനിക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെ എമർജൻസി അനുസരിച്ച് ഇപ്പം എന്താണ് ഞാൻ ചെയ്യേണ്ടത്, വാട്ട് ആർ ദ മിനിമം തിങ്സ് ദാറ്റ് ഐ ഷുഡ് ഡു, മിനിമം റിക്വയർഡ് തിങ്സ് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക, ആൻഡ് വിച്ച് മേക്ക് മീ ഫീൽ ബെറ്റർ, എന്നെ ബെറ്റർ ആക്കുന്ന, ഗ്രേറ്റ് ആക്കുന്ന, എനിക്ക് നല്ലൊരു ഫീലിംഗ് തരുന്ന കാര്യങ്ങൾ എന്താണ്, അതെനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. And start doing and start doing and then you change your belief system. A belief system change here. I love to do it. I want to do it. I like to do it. പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നീട്ടിവെക്കുന്ന സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കണം. ക്ലിയർ അല്ലേ? ഒരു കാര്യം കൂടി കുറച്ച് എന്താ പറയുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് തോട്ട്സുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ബിക്കോസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ മാറ്റിയെടുത്തേ പറ്റൂ. കംപ്ലീറ്റ്ലി ആ ഫോക്കസിലേക്ക് തിരിച്ചു വരണം. അപ്പൊ നിങ്ങൾ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറെ ടാസ്കുകൾ ഇതേപോലെ നിങ്ങളുടെ മുൻപിലേക്ക് വരുമായിരിക്കും. ഈ ടാസ്കുകൾ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് നിങ്ങളുടെ ടാസ്ക് കൊണ്ട് തന്നെ ഡിസ്ട്രാക്റ്റഡ് ആവരുത്. കറക്റ്റ് കാര്യം മാത്രമേ കറക്റ്റ് സമയത്ത് ചെയ്യാൻ പാടുള്ളൂ. ഐസൻഹോവർ മെട്രിക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. മെട്രിക്സിൽ പറയുന്നത് അതൊരു മെത്തേഡാണ്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, അത് ആ മെത്തേഡ് പ്രകാരം പറയുന്നതെന്ന് വെച്ചാൽ, ഇമ്പോർട്ടൻറ്റും അർജന്റും ആയിട്ടുള്ള കാര്യം മാത്രമേ ഇപ്പൊ ചെയ്യാൻ പാടുള്ളൂ. എല്ലാ കാര്യം ചെയ്യല്ല. ഇപ്പൊ പോയിട്ട് ഇനി മുതൽ നിങ്ങൾ ചെയ്യാൻ പോവാണ്. അപ്പൊ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ ആ പുസ്തകം വായിച്ചത് നിർത്തിയിട്ടുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. ഇപ്പോ ഞാൻ ചെയ്യേണ്ടതാണോ, അർജന്റ് ആയിട്ട് ഞാൻ ചെയ്യേണ്ടതാണോ, ഈ കാര്യം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോ അർജന്റ് ആണോ, ഇതിപ്പോ ഞാൻ ഇപ്പൊ ചെയ്യേണ്ടതാണോ എന്നുള്ള കാര്യം മാത്രം നമ്മൾ ചെയ്യുക. ഇപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്, എന്നിട്ട് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ടു ഡു ലിസ്റ്റിലായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള സെക്കൻഡ് പ്രയോറിറ്റി കാര്യങ്ങൾ നമുക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താണ് അർജന്റ് ആയിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണ്, നിർബന്ധമായിട്ട് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ടാസ്കുകൾ ഉണ്ടോ, ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. വേറെ ഏതാ കാറ്റഗറി ഉള്ളത്, അർജന്റ് അല്ല പക്ഷെ ഞാൻ ചെയ്യേണ്ടതാണ്, അങ്ങനെയുള്ള കാര്യം വേണമെങ്കിൽ സമയം മാറ്റി വെക്കാം. ഇപ്പൊ ചെയ്യാൻ വേറെ ടാസ്ക് ഉണ്ടെങ്കിൽ കേട്ടോ, ഇപ്പൊ ചെയ്യാൻ വേറെ ടാസ്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ അപ്പൊ പ്രയോറിറ്റി നോക്കുക. എന്നിട്ട് ഏതാണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അർജന്റ് ഇമ്പോർട്ടന്റ് കാറ്റഗറിയിലേക്ക് അത് വരും. അതല്ല അർജന്റ് അല്ല ഒരു കാര്യം പക്ഷെ ഞാൻ ചെയ്യേണ്ടതാണ് എങ്കിൽ അതിന് വേറെ ടൈം കണ്ടെത്തി ആ ടൈമിലേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, അടുത്തത് എന്താണ്, അർജന്റും അല്ല ഇമ്പോർട്ടന്റും അല്ല, ഇപ്പൊ ചെയ്യേണ്ടതും അല്ല ഞാൻ ചെയ്യേണ്ടതും അല്ലാത്ത കാര്യം ഉണ്ടാവും, അത് എലിമിനേറ്റ് ചെയ്യുക. നാലാമത്തെ സാധനമാണ്, അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. വേറെ ഉള്ളത് എന്താണ്, ഞാൻ ചെയ്യേണ്ടതാണ് പക്ഷെ ഇപ്പൊ ചെയ്യേണ്ടതല്ല, ഞാൻ ചെയ്യേണ്ടതല്ല പക്ഷെ ഇപ്പൊ ചെയ്യേണ്ടതാണ്, ഇപ്പൊ നടക്കേണ്ട കാര്യമാണ് പക്ഷെ ഞാൻ ചെയ്യേണ്ടതല്ല, ഞാൻ തന്നെ ചെയ്യണം നിർബന്ധമില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കുകയും ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്നുള്ളതും എന്തല്ല ആവശ്യമില്ല, അത് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള സമയം, നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ. അത് ചെയ്യുന്നത് വെറുതെ ഇരിക്കാനല്ല വേറൊരാളെ ഏൽപ്പിക്കുന്നത്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മൈൻഡ് ഫ്രീ ആകാൻ വേണ്ടിയിട്ടാണ്. അതാണ് മറ്റൊരു കാര്യം. നിങ്ങൾ അധികം ആൾക്കാരും നീട്ടിവെക്കുന്നതിന്റെ മറ്റൊരു റീസൺ ഇതാണ്, അതായത് ഓവർവെൽമഡ് ആകുന്നു. യെസ് എത്ര പേരുണ്ട് ഓവർവെൽമഡ് ആകുന്നത്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് സ്ട്രെസ് ആകുന്നു, തളർന്നു പോകുന്നു, കൊളാപ്സ് ആകുന്നു. എത്ര പേർക്ക് ആ പ്രശ്നമുണ്ട്? ഇന്നലെ എൻ്റെ ഒരു ട്രെയിനർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ട്രെയിനർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് നല്ല രീതിയിൽ എൻ്റെ അടുത്ത് മെന്ററിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിരുന്ന ഒരാളാണ്. കുറേ ആൾത്തിനേഷൻ കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ വേറെയും ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ട്രെയിനറാണ്. പക്ഷേ കുറെ കാര്യങ്ങളായിട്ട് എന്താ വെച്ചാൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി വരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ സിറ്റുവേഷനിൽ പോയിരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വർക്കൊക്കെ ഉഷാറായിട്ട് ചെയ്തു പോയിരുന്നു. പക്ഷേ ഫാമിലിയിൽ കുറെ ആൾക്കാർക്ക് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നു. ഇതിന് പ്രോബ്ലം എന്താ വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കോഴ്സോ കാര്യങ്ങളോ സംഗതികളോ ഒക്കെ കണ്ടക്ട് ചെയ്യണം, കാര്യങ്ങൾ ഉഷാറായിട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ടീമിനെ ബിൽഡ് ചെയ്തിട്ടില്ല. അവർ ഇത്രയും കാലമായിട്ട് 3 വർഷത്തോളമായിട്ട് ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, 2.5 വർഷമായിട്ട് ആക്റ്റീവായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചത്? അവർ തീരെ എന്ത് ചെയ്യുന്നില്ല, ടീമിനെ ബിൽഡ് ചെയ്തിട്ടില്ല. എല്ലാ കാര്യം അവർ ചെയ്യുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകും. നമുക്ക് സ്ട്രെസ്സായി മാറും, നമുക്ക് താങ്ങാൻ കഴിയില്ല. അപ്പൊ നമുക്കൊരു എസ്കേപ്പിസം മോഡ് വരും. ഒന്നുകിൽ ഈ നാട് വിട്ട് പോയാലോ, വേറെ എവിടെയെങ്കിലും പോയാലോ. അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഞാനിങ്ങനെ വേറെ രാജ്യത്തേക്ക് പോയിട്ട് അവിടുന്ന് വർക്ക് ചെയ്താലോ, എന്നാൽ പിന്നെ ഇത്രയും എൻ്റെ ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അത് ഒളിച്ചോട്ടമാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ വർക്ക് ചെയ്യണം, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം, നമുക്ക് ഹെൽപ്പ് വേണം. യു നീഡ് ഹെൽപ്പ്. സംടൈംസ് യു നീഡ് ഹെൽപ്പ്. യു ഹാവ് സോ മച്ച് ടാസ്ക്. വീട്ടിലെ ജോലി ചെയ്യണം. ഭാര്യ എന്നുള്ള ആൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടാവും. ഭർത്താവ് എന്നുള്ള ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടാവും. ഫാദർ എന്നുള്ള ആൾക്ക്, മദർ എന്നുള്ള നിലക്ക് ചിലപ്പോൾ ഇത് രണ്ടുപേരുടെയും റോൾ ഒരാൾ ചെയ്യുന്നുണ്ടാകും. പുറമെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ഈ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ജോലിയുടെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും, മറ്റു പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. സോ ടൈം ചില സമയത്ത് മൾട്ടിപ്ലൈ ചെയ്യണം, മാനേജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ നമുക്ക് വി നീഡ് ഹെൽപ്പ്. ടൈം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പൊ എന്താണ് വേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ചോദിക്കണം. യു നീഡ് ഹെൽപ്പ്, യു നീഡ് ടീം സപ്പോർട്ട്, യു നീഡ് പീപ്പിൾ സപ്പോർട്ട്. എല്ലാം എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കരുത്. എല്ലാം ഞാൻ ചെയ്താലേ ശരിയാവൂ എന്ന ചിന്ത, പെർഫെക്ഷനിസം മൈൻഡ് ഉണ്ടാകും. എല്ലാത്തിനോടും യെസ് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകും. അതും പ്രശ്നമാണ്. എല്ലാത്തിനോടും യെസ് പറയാം എന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കാം. ദാറ്റ് ആൾസോ ബിക്കംസ് എ പ്രോബ്ലം. എന്നിട്ട് എന്ത് സംഭവിക്കും? എല്ലാ കാര്യങ്ങളും പലതും നീട്ടിവെച്ച് അതിനിടയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും. ഒന്നിനും സമയമില്ല, എന്നാൽ നല്ല ബിസിയാണ്, ഒന്നും നടക്കുന്നുമില്ല. ശരിയാണോ? ഇങ്ങനെ പ്രശ്നമുള്ളവരുണ്ട്. ബിസിയാണോ? നല്ല ബിസിയാണ്. എന്നാൽ കാര്യമായിട്ടെല്ലാം വൃത്തിക്ക് നടക്കുന്നുണ്ടോ? അത് നടക്കുന്നില്ല. എത്ര പേരാണ് അങ്ങനെ പ്രശ്നമുള്ളവർ? ബിക്കോസ് യു ആർ സേയിങ് ടു മച്ച് യെസ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് കാര്യങ്ങളോട് യെസ് പറയുന്നു, എല്ലാവരോടും യെസ് പറയുന്നു, എല്ലാ ടാസ്കുകളും ഏറ്റെടുക്കുന്നു. എല്ലാ ടാസ്കും ഞാൻ ചെയ്താലേ പെർഫെക്റ്റ് ആകൂ എന്ന ബിലീഫ് സിസ്റ്റം ഉണ്ട്. ഞാൻ എല്ലായിടത്തും എത്തിയാലേ കാര്യങ്ങൾ നടക്കൂ, ഞാനാണ് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, വേറെ ആരും ഈ കാര്യങ്ങളൊന്നും നോക്കില്ല, നിങ്ങളില്ലെങ്കിൽ ആ ലോകം കറങ്ങില്ല, ആ വീട് മുന്നോട്ട് പോവില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ കുറച്ചൊക്കെ സ്നേഹിച്ചേ പറ്റൂ. അതെങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? നിങ്ങൾ ഹൈസൻഹോവർ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിക്കുക. അർജന്റ് ആയിട്ടുള്ള ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടതും അർജന്റ് ആയിട്ടില്ല. ചില കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. മക്കളോട് ഹെൽപ്പ് ചോദിക്കാം, മാതാപിതാക്കളോട് ഹെൽപ്പ് ചോദിക്കാം, സുഹൃത്തുക്കളോട് ഹെൽപ്പ് ചോദിക്കാം, ബന്ധുക്കളോട് ഹെൽപ്പ് ചോദിക്കാം, നിങ്ങളുടെ കൊളീഗ്സിനോട് ഹെൽപ്പ് ചോദിക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് ഹെൽപ്പ് ചോദിക്കാം. വരുമാനം കൊടുക്കുക, ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് അങ്ങോട്ട് കൊടുക്കണം. വെറുതെ ചുമ്മാ അവരെ ഹെൽപ്പ് ചോദിച്ച് മുതലെടുക്കരുത്. ഓ ഇതൊന്ന് ചെയ്തു തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഗതിയല്ല. ഞാൻ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവരെ യൂസ് ചെയ്യുന്ന സംഗതി. അവർക്ക് ബെനിഫിറ്റ്സ് കൊടുക്കുക. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് യു ക്യാൻ പ്രൊവൈഡ് ടു ദം? സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ്സ് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് എന്തുണ്ട് അറിവായിട്ട് കൊടുക്കുക. അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക. ദെൻ ഗെറ്റ് ദ ഹെൽപ്പ്. രണ്ടുപേർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന, രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ആക്കി അതിനെ മാറ്റുക.
എന്നിട്ട് ഗെറ്റ് ഹെൽപ്പ്, ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ജോലി ഭാരം കുറയും. അത് ജോലി തിരിച്ചു ഏറ്റെടുക്കുന്ന ആൾക്ക് ഹെൽപ്പ് കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സോ ഗെറ്റ് ഹെൽപ്പ്. അത് നിങ്ങളുടെ, പിന്നെ ചിലതിനോടൊക്കെ നോ പറയാൻ പഠിക്കുക. എല്ലാം ഏറ്റെടുക്കണ്ട, എല്ലാം ഏറ്റെടുക്കണ്ട, എല്ലാം നിങ്ങൾ ചെയ്താലേ റെഡി ആവുന്നുള്ള പെർഫെക്ഷനിസം തിങ്കിങ് ഒഴിവാക്കുക. പിന്നെ ചില ആൾക്കാരൊന്നും വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലേ നടക്കൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, ബിലീഫ് സിസ്റ്റം ഉള്ളവരുണ്ട്. പെർഫെക്ഷനിസം, ഞാൻ എന്തെങ്കിലും, അപ്പൊ അതിന്റെ പേരിൽ നീട്ടി വെക്കുന്നവരുണ്ട്. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അപ്പൊ അതുകൊണ്ട് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് വേണം, എനിക്ക് ഇത്ര സമയം വേണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, എനിക്ക് ഈ രൂപത്തിലാവണം, എനിക്ക് അതിനൊരു ക്രിയേറ്റിവിറ്റി വരാനുണ്ട്. ഹലോ, ചില ആൾക്കാർ എങ്ങനെ ക്രിയേറ്റിവിറ്റി വരാനുണ്ട്, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. എനിക്ക് അതിൻ്റെ ഒരു കറക്റ്റ് സംഗതി കിട്ടാനുണ്ട്, എനിക്കൊരു മോട്ടിവേഷൻ കിട്ടാനുണ്ട്, എനിക്കൊരു അതിനൊരു ഇൻസ്പിറേഷൻ കിട്ടണം. അത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ആവേശത്തോടു കൂടി ചെയ്യണം, ചെയ്യുമ്പോൾ ഒരു എനർജിയോട് കൂടി ചെയ്യണം. നോ, ഇഫ് യു കെയർ, ബിക്കോസ് യു ആർ സോ സെൽഫിഷ്. നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ടാസ്കിനെ കുറിച്ച് കെയർ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് കെയർ ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? യു ആർ ബീയിങ് ബ്ലഡി സെൽഫിഷ്. നിങ്ങൾ നിങ്ങളുടെ ഈഗോയെ കുറിച്ചാണ്, നിങ്ങളുടെ ഇമേജിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചെയ്താലേ റെഡി ആവുള്ളൂ, ഇങ്ങനെ ചെയ്താലേ റെഡി ആവുള്ളൂ, അങ്ങനെ പോയാലേ റെഡി ആവുള്ളൂ, ഇങ്ങനെ പോയാലേ റെഡി ആവുള്ളൂ, ഇതാണ് ശരി, ഇങ്ങനെയാണ് പോവേണ്ടത്, ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്നുള്ള സെൽഫിഷ് മെന്റാലിറ്റി. യു ആർ സോ സെൽഫ് സെന്റേർഡ്, യു ആർ എ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളത് ഞാൻ ആണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അത്തരത്തിലുള്ള പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്നു. യു ആർ തിങ്കിങ് സോ മച്ച് അബൌട്ട് യുവർ സെൽഫ്, യു ആർ ഫുൾ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾക്ക് വല്ലാത്ത തലക്കാനുമാണ്, നിങ്ങൾ എന്തോ സംഭവമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നോ, സംടൈം ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് തിങ്. സംടൈം ഞാൻ ചില സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചിന്തിക്കരുത്. ഇറ്റ്സ് ഓക്കെ, ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പം ശരിയായേക്കാം, ചിലപ്പം പരാജയപ്പെട്ടേക്കാം. ദാറ്റ്സ് ഓക്കെ. നീട്ടി വെക്കുന്ന സ്വഭാവം നിർത്ത്. ജസ്റ്റ് ഗോ. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ കംഫർട്ടിനെ ആഗ്രഹിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങളിലേക്ക് എടുത്തിറങ്ങാൻ നിങ്ങൾ ധൈര്യം കാണിക്കുന്നില്ല, നിങ്ങൾ പേടിത്തൊണ്ടനാണ്, പേടിത്തൊണ്ടിയാണ്, ആ രൂപത്തിലേക്ക് ചിന്തിച്ച് നിൽക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് വറീഡാണ്, നിങ്ങൾ നിങ്ങളുടെ സംഗതികളെ കുറിച്ച് വറീഡാണ്. സോ യു ഹാവ് ടു ഗോ ആൻഡ് ഫേസ് യുവർ ഫിയേഴ്സ് ബൈ ജസ്റ്റ് ജമ്പിങ് ഇറ്റ്, ബൈ ട്രസ്റ്റിംഗ് ദ പ്രോസസ്. സംടൈംസ് യു ഹാവ് ടു ലെറ്റ് ഗോ ഓൾ ഓഫ് ദോസ് തിങ്സ്. ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യണം. സെൽഫ് ലവിന്റെ മറ്റൊരു ഭാഗമാണ് എന്താ വെച്ചാൽ ഡിറ്റാച്ച്മെന്റ്. നിങ്ങളെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത്, നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്നത് അറ്റാച്ച്മെന്റ് ആണ്. സോ യു ഹാവ് ടു പ്രാക്ടീസ് ഡിറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. യു ഗോട്ട് ഇറ്റ്? ഹൗ യു പ്രാക്ടീസ് ഡിറ്റാച്ച്മെന്റ്? നിങ്ങൾ എങ്ങനെയാണ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളെന്ന് പറയുന്ന സംഗതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ എന്ന് പറയുന്ന സംഗതിക്ക് സ്നേഹം ഉണ്ടാവണം, പക്ഷെ നിങ്ങളുടെ ആവശ്യമില്ലാത്ത, നിങ്ങളെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഗതികളിലേക്ക് എന്ത് ചെയ്യണം? അറ്റാച്ച്മെന്റുകൾ ഉണ്ട്, അതിനോട് നോ പറയാൻ കഴിയണം. സോ യു ലെറ്റ് ഗോ, യു ലെറ്റ് ഗോ യുവർ അൺനെസസറി ഈഗോ സെന്റേഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടുകളയണം. ക്ലിയർ ആണോ പറയുന്നത്? ഹലോ, ഹലോ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ സാറേ? ഡാ മോനെ, മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധിച്ചിരിക്കണ്ടേ അമ്പാനെ? ശ്രദ്ധിക്കണ്ടേ അമ്പാനെ ഇതൊക്കെ? അപ്പോ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാല്, ലെറ്റ് ഗോ ചെയ്യുക. നമ്മളുടെ എന്ത് ചെയ്യുക? വിട്ടുകളയുക. നമ്മുടെ ഈഗോയെ വിട്ടുകളയുക, നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുകളയുക. എന്നിട്ട് സമർപ്പിക്കുക. സബ്മിറ്റ്, ഡിവോട്ട് ടു ദ ടാസ്ക്. ടാസ്കിലേക്ക് ഡിവോട്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, ജസ്റ്റ് ചെയ്യുക. പോരായ്മ ഉണ്ടാവും, ദാറ്റ്സ് ഓക്കെ. നീട്ടിവെച്ച പല കാര്യങ്ങളുണ്ട് പേടിയുടെ കാര്യത്തിൽ. അതെന്താകും, ഇതെന്താകും, അതെന്താകും, ആ യാത്ര, ആ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനുള്ള കാര്യം, ആഗ്രഹം നീട്ടിവെച്ചിട്ടില്ലേ? പെർഫെക്ഷനിസം. Perfectionism is nothing but you are worried about your self image. പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യണം. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ, ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലേ പിന്നെ എന്താ ചെയ്യുക?
അല്ലെ? നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാതിരിക്കാൻ നല്ലത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നോ, ജസ്റ്റ് ഡു ഇറ്റ്, ഡസന്റ് മാറ്റർ. ഡൂയിങ് ഇറ്റ് മാറ്റേഴ്സ്, ബിഗിനിങ് ഇറ്റ് മാറ്റേഴ്സ്. ഒരു കാര്യം പറഞ്ഞുതരാം, എവറി മാസ്റ്റർ വൺസ് വാസ് എ ഡിസാസ്റ്റർ. എല്ലാ മാസ്റ്റേഴ്സും ഒരു സമയത്ത് ദുരന്തങ്ങളായിരുന്നു, മിസ്റ്റേക്സുകൾ വരുത്തിയ ആൾക്കാരായിരുന്നു. എവറി വിന്നർ വൺസ് വാസ് എ ബിഗിന്നർ. എല്ലാ വിന്നേഴ്സും ഒരു സമയത്ത് തുടക്കക്കാരായിരുന്നു. സോ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ജസ്റ്റ് സ്റ്റാർട്ട് ലവിങ് ദ പ്രോസസ്. സിമ്പിൾ ആയിട്ട് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ്സ് ഓക്കെ. ദർ ഇസ് നോ ഷെയിം ഇൻ ദാറ്റ്. യു ആർ ബീയിങ് ജെനുവിൻ. നിങ്ങൾ ജെനുവിൻ ആവുകയാണ്, നിങ്ങൾ സത്യസന്ധനാവുകയാണ്, നിങ്ങൾ ഒതന്റിക് ആവുകയാണ്. നിങ്ങൾ ഉള്ളത് വെച്ചിട്ട് പോരായ്മ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ. യു ജസ്റ്റ് ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. മേ ബി യു ആർ ഗോയിങ് ഡൗൺ, മേ ബി യു ആർ ഗോയിങ് ത്രൂ. നോബഡി ഈസ് ദേർ ടു സപ്പോർട്ട് യു. ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും, ഒരുപാട് മിസ്റ്റേക്സുകൾ ഉണ്ടാകും. ദാറ്റ്സ് ഓക്കെ. ബട്ട് യു ആർ കീപ്പ് ഓൺ ഗോയിങ്, യു ആർ കീപ്പ് ഓൺ ഗോയിങ് ആൻഡ് യു ആർ ട്രൈങ് അഗെയിൻ. മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടാവും, ചില സമയത്ത് മിസ് ആവുന്നുണ്ടാവും, ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, സംഭവിക്കുന്നുണ്ട്. ബട്ട് യു ജസ്റ്റ് ഡു ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ആൻഡ് one day what happens is like you just go through that wall. ആ ഒരു മതില്, ആ തടസ്സമായി നിൽക്കുന്ന മതിൽ ഇടിച്ചു പൊളിച്ച് നിങ്ങൾ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യേണ്ട ലിമിറ്റിംഗ് ബിലീഫ് ആയിക്കോട്ടെ, അപ്ലിഫ്റ്റിംഗ് ബിലീഫ് ആയിക്കോട്ടെ, ബിലീഫ് സിസ്റ്റം ആയിക്കോട്ടെ, പോസിറ്റീവ് തിങ്കിങ് ആയിക്കോട്ടെ, സെൽഫ് ഡിസിപ്ലിൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കൺസിസ്റ്റൻസി ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങളിലേക്ക് പതിയെ 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 ഡെവലപ്പ് ചെയ്ത് വരും. ആൻഡ് ദാറ്റ് ഈസ് ദ വേ, ദാറ്റ് ഈസ് ദ നാച്ചുറൽ വേ, ദാറ്റ് ഈസ് ദ റൈറ്റ് വേ ടു ഡു ഇറ്റ്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് പരാജയപ്പെട്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടായി കൺസിസ്റ്റൻസി ഇല്ലാതെ ബുദ്ധിമുട്ടിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നിങ്ങൾ ശരിയായ ട്രാക്കിലൂടെ വരുന്നത്. അതാണ് ശരിയായ ട്രാക്കിലൂടെ കറക്റ്റായിട്ട് നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് റെഡിയായി വരുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ഡെവലപ്പ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പകുതിക്ക് വെച്ച് നിർത്തുന്നുണ്ടോ? ദാറ്റ്സ് ഓക്കെ, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ദാറ്റ്സ് ഓക്കെ, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. Don't give up. Don't give up. Don't give up. You are on the right track, baby. You're on the right track. എന്റെ പൊന്നും മുത്തേ, നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. ഇറ്റ്സ് ഓക്കെ. ദിസ് ഈസ് ദ വേ ഇറ്റ് ഷുഡ് ബി. ഇത് ഇങ്ങനെയാണ് നടക്കേണ്ടത്. അല്ലാതെ ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റ് ആയിട്ട് പോകലല്ല. You have to build everything back. You have to come back. You have to bring back yourself. And this is the right way. This is the perfect way. This is the best way. മിസ്റ്റേക്കുകളോടുകൂടി, പോരായ്മകളോടുകൂടിയിട്ട്, തെറ്റുകളോടുകൂടി, ട്രാക്ക് തെറ്റിയിട്ട്, കൺസിസ്റ്റൻസി ഇല്ലാതെ വിട്ടുപോയിട്ട് അങ്ങനെ തന്നെ പോകലാണ്. അതാണ് അതിന്റെ ശരിയായ വഴി. അതല്ലാത്തത് ഫേക്കാണ്. അതല്ലാത്തത് നടക്കില്ല, നിലനിൽക്കില്ല, പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഈ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഈ വഴിയിലൂടെ തന്നെ പോകട്ടെ. This is the right way. You are genuine, baby. You're awesome. You're on the right track. വീണാലും വീണെടുത്ത് എണീറ്റ് ഓടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ട്രൈ ചെയ്യുന്നു. Proud of yourself. You're on the right track. It's okay. വീഴുന്നു, മിസ്റ്റേക്ക് പറ്റുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവും. That's okay. But you are again getting back up. That's okay. You're on the right track. So keep on trying. Start loving yourself. Start loving that hard work. I love this. And I'm supporting myself. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഒരു പെർഫെക്ഷനിസം തിങ്കിങ്ങും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, നമുക്ക് നടക്കില്ല. പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, നമുക്ക് കഷ്ടപ്പാടുണ്ടാവും. ദാറ്റ്സ് ഓക്കെ. സോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഹോപ്പ് യു എൻജോയ്ഡ് ദ സെഷൻ. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ഒരു കോഴ്സ് വരുന്നുണ്ട്. ആ കോഴ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു ടൈം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഡെപ്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ബീറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന കോഴ്സ് വരുന്നുണ്ട്. ലൈവ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. രാത്രി 7:30 ക്ലാസ് ഉണ്ടാവുക. സൂമിലാണ്. 5 ദിവസത്തെ ക്ലാസ് ആണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം? ആ കോഴ്സിൽ വരണം. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തന്നെ അതിന് കോഴ്സ് ഫീ നിശ്ചയിക്കുന്നുണ്ട്. 5 ദിവസത്തെ ക്ലാസ് ആണ്. വെറും 499 രൂപയുള്ളൂ. വരിക, പങ്കെടുക്കുക, ആ ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക. 499 രൂപയ്ക്ക് 5 ദിവസത്തെ ലൈവ് ക്ലാസ്
7:30 മുതൽ 9 മണി വരെ വൈകുന്നേരം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് വീക്കിലാണ്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഉടനെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരാൻ ശ്രമിക്കുക കേട്ടോ. മറക്കരുത്, ഫീ വെറും 499 രൂപ. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, 8086880775 എന്ന് പറയുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ഗൂഗിൾ പേ ചെയ്യുക. 8086880775 നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് അടയ്ക്കുക. എന്നിട്ട് അതേ നമ്പറിലേക്ക് തന്നെ ഗൂഗിൾ പേ ചെയ്യുക. ബീറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ, നീട്ടിവെക്കുന്ന സ്വഭാവം ഒഴിവാക്കി കളയുക. ഇതാണ് പ്രോഗ്രാമിന്റെ പേര്. ഓവർകം ലേസിനെസ്, നിങ്ങളുടെ മടിയെ മറികടക്കുക. ഇന്നിപ്പോ പഠിപ്പിച്ചതിന് പുറമേയുള്ള ഡെപ്തിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരുപാട് മെത്തേഡുകൾ, ടൂളുകൾ, കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് എഫിഷ്യന്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മടി എന്ന് പറയുന്ന സംഗതി നമുക്ക് എടുത്തു കളയാൻ പറ്റും. നീട്ടിവെക്കുന്ന സ്വഭാവം എടുത്തു കളയാൻ പറ്റും. അതിനായിട്ടൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. നീട്ടിവെക്കുന്ന ഇത്തരത്തിലുള്ള ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന പരസ്പരം മോട്ടിവേറ്റ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് ആ ഒരു 5 days ഇന്റൻസീവ്, നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഓരോ ഏരിയാസിലും ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ലോങ് ടേം ഗോള്, ലൈഫ് ടൈം ഗോള്, ഷോർട്ട് ടേം ഗോൾ, 3 ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് അത് ഹെൽത്ത്, വെൽത്ത്, ഫൈനാൻസ്, കരിയർ, അതേപോലെ തന്നെ ബിസിനസ്, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, ഇങ്ങനെയുള്ള മേഖലകളിൽ വ്യക്തമായിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്ലാനിലേക്ക് നിങ്ങളൊരു ഐഡിയൽ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് മടി കൂടാതെ നിങ്ങൾക്ക് ഫുൾ ഡിസിപ്ലിനോട് കൂടിയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. സോ കം ആൻഡ് ജോയിൻ. നിങ്ങൾക്കുള്ള അവസരം എന്ന് പറയുന്ന ഒരു ഓഫർ അവൈലബിൾ ആകുന്നത് നെക്സ്റ്റ് 2 days ആണ്. 2 days ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് അടയ്ക്കാം. പേയ്മെന്റ് അടച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഓഫർ സ്വന്തമാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓഫർ ഉണ്ടാവില്ല. പിന്നീട് ലേറ്റർ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഓഫർ നഷ്ടപ്പെടും. സോ നെക്സ്റ്റ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, മേക്ക് ദ പേയ്മെന്റ് ആൻഡ് ജോയിൻ ദ കോഴ്സ്. ഓക്കെ, കം ആൻഡ് ജോയിൻ ദ കോഴ്സ്. 499 രൂപയുള്ളൂ. ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. കഴിഞ്ഞ ബാച്ചിൽ നമുക്ക് 250-ലധികം ആൾക്കാർ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. They were really enjoyed and blown away by the experience. So come and join. നമ്മുടെ അടുത്ത പ്രോഗ്രാമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അമേസിംഗ് പ്രോഗ്രാം ആണ്. ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, 499 രൂപയാണ്. പേയ്മെന്റ് അടക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 8086880775 എന്ന് പറഞ്ഞ നമ്പറിലേക്കാണ്. ഓക്കെ, പേയ്മെന്റ് അടയ്ക്കുക. പേയ്മെന്റ് അടച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ടീമിലേക്ക്, ഈ ഒരു കോഴ്സിലേക്ക് വരിക കേട്ടോ. ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ലൈവ് സെഷൻ ആണ്. ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി ടു ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, ടൈം പ്രശ്നമാണ്. മുഹമ്മദ് ആഷിർ പറയുന്നു ടൈം പ്രശ്നമാണ്. ഓക്കെ, നിങ്ങൾക്ക് റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. റെക്കോർഡിംഗ് നമ്മൾ നൽകുന്നതാണ്. നിങ്ങൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് റെക്കോർഡ്സ് അവൈലബിൾ ആണ്. നമ്മൾ റെക്കോർഡ്സ് നൽകുന്നതാണ് കേട്ടോ. സെഷൻ ടൈമിംഗ്, മണി മാനേജ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കും. ആ സെഷനിൽ മണി മാനേജ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് മണി മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ക്ലാസ് ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് നൽകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം കേട്ടോ. അതിന്റെ റെക്കോർഡ്സ് നമുക്ക് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അത് നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രൊവൈഡ് ചെയ്ത് തരാം. വെൻ ക്ലാസ് കമൻസ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നെക്സ്റ്റ് വീക്കിലാണ്. നെക്സ്റ്റ് വീക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഓൺ മൺഡേ. മൺഡേയിലാണ്. മൺഡേ വരുമ്പം ഏതായിരിക്കും ഡേറ്റ്? സോ 1 വീക്ക് ഉണ്ട്. 1 വീക്കിനുള്ളിൽ ആണ് നമുക്ക് നെക്സ്റ്റ് മൺഡേയിൽ നമ്മൾ സ്റ്റാർട്ട് കേട്ടോ. 7:30. എന്തെങ്കിലും ഡേറ്റ് ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ്. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി മൺഡേ ഇറ്റ് വിൽ സ്റ്റാർട്ട്. ഓക്കെ, മൺഡേയിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30 PM to 9 o'clock വരെ ക്ലാസ് ഉണ്ടാകും. 5 ദിവസത്തെ ലൈവ് ക്ലാസ്സസ്. അപ്പോൾ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് മൺഡേ എന്ന് പറഞ്ഞു. ആ ഡേറ്റ് ഏതായിരിക്കും വരുന്നത്? വിച്ച് ഡേറ്റ് ഈസ് ദാറ്റ്? മൺഡേ എന്ന് പറയുമ്പോൾ ലെറ്റ് മീ ജസ്റ്റ് ചെക്ക്, പ്ലീസ് ഗിവ് മീ സം ടൈം. മൺഡേ 20th. യെസ്, 20-ാം തീയതി. 20-ാം തീയതിയാണ് കേട്ടോ. 20-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ അടച്ചവർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇത് അമീർ ഷാബി പറയുന്ന 1999 അടച്ചവർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് മറ്റേ കോഴ്സ് വേണ്ട, ഈ കോഴ്സാണ് വേണം എന്നുള്ളത് എങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. പക്ഷേ മറ്റേ കോഴ്സിലേക്ക് നിങ്ങൾ പേയ്മെന്റ് അടച്ചാണല്ലോ.
അപ്പൊ അത് വേറെ കോഴ്സാണ്. ഓക്കെ, അതിൽ അടച്ചവർക്ക് അത് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് വേറെ കോഴ്സാണ് കേട്ടോ, ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു. നമ്പർ ഓൾറെഡി ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, 8086880775. അടിപൊളി പ്രോഗ്രാം ആയിരിക്കും. വരിക, പങ്കെടുക്കുക. 5 ദിവസം നമ്മൾ ശരിക്കും പഠിക്കും. വെറും 499 ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇറ്റ്സ് യുവർ ചാൻസ്, ഇറ്റ്സ് യുവർ ചാൻസ്. ഈ ഒരു ഓഫർ ഇനി ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പറഞ്ഞ 2 days ആണ് തരുന്നത്. ഈ 2 days ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 899 ആണ് കോഴ്സിന്റെ ഫീ വരുന്നത്. 899 രൂപയാണ് കേട്ടോ. 499 രൂപയാണ്. ഡബിൾ 50% നിങ്ങൾക്ക് എന്തെങ്കിലും വർദ്ധിക്കും. സോറി, 50%ന്റെ മുകളിൽ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം 60% ഓഫറാണ്. 899 രൂപ കോഴ്സ് ഫീ ആണ്. അത് 499 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ദിസ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി, ദിസ് ഇസ് ദ ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. 2 days, അതായത് ഇന്നും നാളെയും നിങ്ങൾക്ക് അവസരമുണ്ട്. 2 ദിവസത്തെ അവസരമുണ്ട്. 14, 15 ഇതിനുള്ളിൽ നിങ്ങൾ പേയ്മെന്റ് അടച്ച ഏർലി ബേർഡ് ഓഫറിൽ നിങ്ങൾക്ക് 499 രൂപ കിട്ടും. അതല്ലെങ്കിൽ 899 രൂപയായിരിക്കും കോഴ്സിന്റെ ഫീ വരുന്നത്. ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ജോയിൻ ദ പ്രോഗ്രാം. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തതിന്, കൂടെ നിന്നതിന്, സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാത്തിനും നന്ദി. ദിസ് ഇസ് മീ ഷാഫി മുഹമ്മദ്. വിഷിംഗ് യു വിഷിംഗ് യു എ ഗ്രേറ്റ്, അടിപൊളി ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയാണ്. 7:30 PM കേട്ടോ ടൈമിംഗ്, to 9 PM കോഴ്സിന്റെ ടൈമിംഗ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഡ് യു എൻജോയ്? ഇന്നത്തെ സെഷൻ ഉപകാരപ്പെട്ടോ? ഡിഡ് യു എൻജോയ്? വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ടു ഹിയർ ദാറ്റ്. യു ആർ ഓൾ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഓക്കെ, നിങ്ങൾ എല്ലാവരും റൈറ്റ് ട്രാക്കിലാണ്. കീപ് ഓൺ ഗോയിങ്, കീപ് ഓൺ, നെവർ ഗിവ് അപ്പ്. ദാറ്റ്സ് ഓൾ, നെവർ ഗിവ് അപ്പ്. Okay, wish you all the very best. Thank you so much. Have a great day. ശരത്, നമ്മുടെ സെഷൻ അവസാനിപ്പിക്കാം കേട്ടോ. താങ്ക് യു.